അങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുള്ള മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു വിദ്യാലയത്തിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ടേക്ക് ഇറ്റ് ഈസിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, ആദ്യം പറയാൻ വിട്ടുപോയി. കാരണം നമുക്കറിയാം ഏത് വിദ്യാലയ മേഖല എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു PTA എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട് അല്ലെ. PTA എന്ന സമ്പ്രദായം ആദ്യമായിട്ട് കേരളത്തിൽ ആരംഭിച്ച ഒരു വിദ്യാലയം കൂടിയാണ് നേമം ഗവൺമെന്റ് UP സ്കൂൾ. അപ്പോൾ എല്ലാം കൊണ്ടും സുന്ദരമാണ്. അവിടെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളൊക്കെ എല്ലാവരും ഭയങ്കര ഒരു പ്രാക്ടീസിലേക്കാണ്. ഒരു എന്താ പറയുക, സ്കൂൾ വാർഷികം വരികയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രാക്ടീസാണ്, ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മക്കളൊക്കെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈസി ചോദ്യം വേണോ ടഫായിട്ടുള്ള ചോദ്യം വേണോ? ഈസി. എല്ലാവർക്കും ഈസിയാണോ വേണ്ടേ? എല്ലാവർക്കും ഈസിയാ വേണ്ടെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. പേര് പറ. അഭിനവ്. എവിടെയാ സ്ഥലം മോന്റെ? ഓക്കെ. ഡാൻസ് ആണോ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരാ പഠിപ്പിക്കുന്ന ഡാൻസ്? സ്വന്തമായിട്ടാണോ പഠിക്കുന്നത്? സ്റ്റെപ്സ് ഒക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിന്റെ ആവശ്യമില്ല. പ്രത്യേകിച്ചും TV തുറന്നു കഴിഞ്ഞാൽ ഡാൻസ് ആണ്, വെറൈറ്റി സ്റ്റെപ്പുകളൊക്കെ മനസ്സിൽ അങ്ങനെ ആവാഹിച്ച് വെക്കും. പിന്നീട് അവർ ഉള്ളതുപോലെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കൈകാര്യം ചെയ്യും അല്ലേ. ശരി, ഇപ്പൊ ഡാൻസ് ഒക്കെ ഏതാണ്ട് പഠിച്ച് തീർന്നോ? അടിപൊളി. ശരി, പേരെന്താണ്? അൽഫിയയുടെ അർത്ഥം എന്താണ്? ഇതുവരെ ചോദിച്ചിട്ടില്ല. അങ്ങനെയാണ് പറയുന്നത്. ആരാ ഈ പേരിട്ട് തന്നത് അൽഫിയ എന്നുള്ളത്? വാപ്പയാണ്. അപ്പൊ കൂട്ടുകാരൊക്കെ ആയിരക്കണക്കിന് എന്നാണ് വിളിക്കുക. ചിലരൊക്കെ അങ്ങനെയൊക്കെയാണ് വിളിക്കണത്. അൽഫിയാൻ അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്. വീട് എവിടെയാണ് അൽഫിയയുടെ? വെള്ളയാണി മുക്കിനടുത്താണ്. പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ? കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ എത്ര ദിവസമായി നിങ്ങളുടെ ഡാൻസ് പ്രാക്ടീസ് തുടങ്ങിയിട്ട്? 10 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി മാത്രമേ ഉള്ളൂ. പഠിച്ച് ക്ലിയർ ആക്കി. ഓക്കെ. അപ്പൊ പഠിത്തത്തിന് അത് ബാധിക്കോ? പഠിത്തത്തിന് ക്ലാസ്സിനെ അത് ബാധിക്കോ? ഇല്ല നമ്മള് ക്ലാസ് സമയത്ത് കളിക്കൂല. അല്ലാത്ത സമയം അല്ലെങ്കിൽ കളിക്കുന്നത് തന്നെ ടീച്ചറിന്റെ ചോദിച്ചിട്ടൊക്കെയാണ്. അപ്പൊ ഇപ്പൊ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏത് ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ ഇംഗ്ലീഷാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഓക്കെ. പേരെന്താണ്? ശിവനന്ദ. സുഖമായിരിക്കുന്നു ശിവനന്ദ. രാവിലെ എന്തായിരുന്നു ശിവനന്ദ കഴിച്ചത്? അത് വേറെ നീ മറന്നുപോയി. പിന്നെ എങ്ങനെയാണ് നീ ഡാൻസിന്റെ സ്റ്റെപ്പ്? ഇഡ്ഡലി സാമ്പാർ. എത്ര ഇഡ്ഡലി കഴിച്ചു? 3 ഇഡ്ഡലി കഴിച്ചാ? ഇഡ്ഡലിയാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ പുട്ടാണോ കൂടുതൽ ഇഷ്ടം, ദോശയാണോ കൂടുതൽ ഇഷ്ടം? പുട്ടാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഇന്ന് പറഞ്ഞില്ലേ അമ്മ എനിക്ക് പുട്ട് മതി, ഇഡ്ഡലി വേണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മ ഉണ്ടാക്കി തരും, അത് കഴിക്കും അല്ലേ? വീട്ടു ജോലിയൊക്കെ ചെയ്യാറുണ്ടോ? അമ്മയെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എന്തൊക്കെ കാര്യത്തിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്? പാത്രം കഴുകാൻ ഹെൽപ്പ് ചെയ്യും, നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടല്ലേ ഇവിടെ വന്ന് പരിചയപ്പെട്ടവരാണോ? വീട്ടിന്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടോ ഇവിടെ പഠിക്കുന്നത്? ഇല്ല. സ്കൂൾ ബസ്സിലാണോ വരുന്നത്? നടന്നു വരേണ്ട ദൂരേ ഉള്ളോ? വീട് എവിടെയാണ്? തന്നെയാണല്ലേ. ശരി. പേരെന്താണ്? ഐന ഫാത്തിമ. സുഖമായിരിക്കുന്നോ? വീട്ടിലാരൊക്കെ ഉണ്ട്? അതിനെക്കുട്ടിയുടെ ഓക്കെ. ചേട്ടൻ എത്രയിലാ പഠിക്കുന്നത്? 10ലാ പഠിക്കുന്നത്. ചേട്ടനായിട്ടൊക്കെ വഴക്കൊക്കെ കൂടാറുണ്ടോ? ചെറിയ വഴക്ക്. അത് എന്തിനു വേണ്ടിട്ടാ ചെറിയ വഴക്കൊക്കെ കൂടാറ്? TV റിമോട്ടിന് വേണ്ടിട്ട് വഴക്ക്. ഫോണിന്റെ ഒക്കെ നല്ല ഉപയോഗം ഉണ്ട്. പഠിക്കും. ഫോണിന്റെ ഉപയോഗം നമ്മൾ സാധാരണ ഇപ്പം കുട്ടികളെല്ലാവരും ഇപ്പൊ ഫോണിന്റെ ഉപയോഗത്തിൽ കൂടുതലല്ലേ. ഈ ഭക്ഷണം കഴിക്കാൻ പോലും കുട്ടികൾക്ക് എന്താ പറയാ മൊബൈലിന്റെ ആവശ്യമുണ്ട്. ഇപ്പം അത് നല്ലതാണോ മോശമാണോ? മോശമാണോ? അപ്പം വീട്ടിൽ നല്ല ടീച്ചേഴ്സ് ഒക്കെ പറയണ്ട അധികം മൊബൈലൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാറുണ്ടോ? ശരി. എന്തൊക്കെയാണ് വിശേഷം? സുഖമാണോ? എനിക്കറിയാം. നമ്മള് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പേര് പറ. അഭിനവ് ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഇവിടെയാണ് പഠിക്കുന്നത്, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ശരി, എല്ലാവരും ഒരേ ക്ലാസ്സിലാണോ? ഡിവിഷൻ വ്യത്യാസമാണോ? ഒരേ ക്ലാസ്സിൽ തന്നെയാണ്. ശരി. ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? സൂപ്പറാണോ? സ്പോർട്സിനോടാ കൂടുതൽ താല്പര്യം അല്ല ഡാൻസിനോട്? കലാമേഖലയോടാണോ? ഡാൻസിനോടാണ്. അപ്പൊ ഡാൻസ് ഒക്കെ ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി ഉള്ളൂ, അല്ല പഠിച്ചെടുക്കണം അല്ലേ? ശരി. അപ്പൊ എല്ലാവരും ഈ സ്റ്റെപ്പ് ഒക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം? നമ്മൾ സ്വന്തമായിട്ട് യൂട്യൂബിൽ നോക്കിയിട്ടാണ് പഠിച്ചത്. ഏത് പാട്ടിനാണ് ഡാൻസ് കളിക്കുന്നത്? മിക്സഡ് ആണോ അല്ലെങ്കിൽ ഏതും ഒരു പാട്ടിനാണോ? മിക്സഡ് ആണ്. അപ്പൊ അടിച്ചുപൊളി പാട്ടും എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. പേരെന്താണ്? കൃഷ്ണേന്ദു. സുഖമായിരിക്കുന്നു കൃഷ്ണേന്ദു. കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും കൃഷ്ണേന്ദുവിനെ? കൃഷ്ണ എന്നാ വിളിക്കുക, അല്ലെ ഹിന്ദു എന്നാണോ വിളിക്കുക? കൃഷ്ണ എന്ന് വിളിക്കും. ഏത് വിളിക്കാനാണ് കൂടുതൽ ഇഷ്ടം? കൃഷ്ണ എന്നാണോ ഹിന്ദു എന്നാണോ? കൃഷ്ണ എന്ന്. ഇതിൽ പാട്ട് പാടുന്ന ആരാ ഉള്ളത് നന്നായിട്ട്? അടിപൊളിയായിട്ട് ആര് ആണാ? അതിന് ഇഷ്ടമുള്ളൊരു പാട്ട് പാടിയേ. എന്നോട് ആദ്യം നിങ്ങൾ എന്താ പറഞ്ഞേ? ഈസി ആയിട്ടുള്ള ചോദ്യം ചോദിക്കണം എന്ന് പറഞ്ഞാലോ. ഈസി ആയിട്ടുള്ള ചോദ്യം ചോദിക്കണമെങ്കിൽ എനിക്ക് നല്ലൊരു പാട്ടൊക്കെ വേണം, എന്നാലും എനിക്ക് ഈസി ആയിട്ടുള്ള ചോദ്യം ചോദിക്കാൻ പറ്റൂ. അല്ല നിങ്ങളിങ്ങനെ ഹാർഡായിട്ട് നിന്ന് കഴിഞ്ഞാൽ എന്റെ സ്വഭാവം അറിയാലോ. ശരി, ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് പാടി. നീയൻ സംഗീതം ഇനി നീയൻ സല്ലാപം നീയൻ ശ്രീരാഗം. ഇത്ര ആൾക്കാർ അറിയത്തില്ലോ. അപ്പൊ ഇനി ബാക്കി ഇവിടെ പാട്. വേറെ പാട്ട് പഠിക്കും.
ഇഷ്ടമുള്ള ഏത് പാട്ടായാലും കുഴപ്പമില്ല. നീല നിലവേ നിലവിനഴകേ താരമരികെ വിരിയും ചിരിയെ പാറിലുയരാൻ ചിറകിലലയാൻ തോന്നലുണരും മനസ്സിൽ വെറുതെ താനെ മാറിയൻ ലോകവും നിന്റെ ഓർമ്മയാളേ 100 പൊൻകിനാവിന്നിതാ മിന്നി എന്നിലാകെ ഈ തൂവൽ പോലെ കാറ്റിൽ വന്നൻ നെഞ്ചിൽ തൊട്ടില്ലേ ജീവനെ. അടിപൊളി. ശരി, പണ്ടൊക്കെ പാട്ട് എല്ലാവരും പാടുന്നുണ്ടല്ലോ, അങ്ങനെ നല്ലത് മോശമൊന്നുമില്ലല്ലോ. പണ്ടൊക്കെ പാട്ട് പാടുന്ന പറഞ്ഞാൽ തിങ്കളും താരങ്ങളൊക്കെ ആയിരുന്നു, ഇപ്പൊ നീല നിലവിയായി അല്ലേ. ഈ ഡാൻസിൽ ഈ പാട്ടുണ്ടോ? ഇല്ല, അത് ഉൾക്കൊള്ളിച്ചിട്ടില്ല. ഏതൊക്കെ പാട്ടുണ്ട് ഡാൻസിൽ? ഇത്രയും 4 പാട്ടാ ഇതിലുള്ളത്. അത്രേ ഉള്ളൂ അല്ലേ. ഓക്കെ, ശരി. അപ്പൊ ഇനി ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്നത് മീഡിയ പ്ലസ് ചാനലിന്റെ ഒരു പ്രോഗ്രാമാണ്. പ്രോഗ്രാമിന്റെ പേര് ടേക്ക് ഇറ്റ് ഈസി എന്നാണ്. ചോദിക്കുന്നത് ചെറിയ ഒരു 3 ചോദ്യങ്ങളുണ്ട്. 3 ചോദ്യത്തിനും 3 റൗണ്ട് ഉണ്ട്. 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മാത്രമേ ഞാൻ സമ്മാനം തരത്തുള്ളൂ. അത് വെറുതെ എനിക്ക് തരാൻ പറ്റത്തില്ല. 5ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ആ രീതിയിൽ കുഞ്ഞു മക്കളായതുകൊണ്ട് ഞാനൊരു ഓരോ ചോദ്യത്തിനും 4 ഓപ്ഷനും ഞാൻ തരാം. കുറച്ച് അടുത്തോട്ട് കേട്ടോ, 4 ഓപ്ഷൻസും ഞാൻ തരാം. ആലോചിച്ചിട്ട് വേണം ഉത്തരം പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ചേട്ടാ തരുന്ന സമ്മാനം ഒരാൾക്ക് മാത്രമല്ല, അത് വീതിച്ചിട്ട് എടുക്കേണ്ടതാണ് നിങ്ങളെല്ലാവരും. അതിന് അടിപിടി ഒരു ടീമായിട്ടാണ് ഇവിടെ മത്സരിക്കേണ്ടത്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ സാധാരണ മത്സരം എന്ന് പറഞ്ഞാൽ ഒരാൾ വേറെ ഇങ്ങനെയൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നതിന് പൊതുവായിട്ട് നിങ്ങൾക്ക് ടീമായിട്ട് ഉത്തരം പറയാം. ശരി. പക്ഷെ നമുക്ക് എപ്പോഴും എന്ത് വേണം? ഒരു മത്സരമാകുമ്പോൾ ഒരു മത്സരാർത്ഥി വേണ്ടേ? ഇപ്പൊ ഇതിൽ ആരാ ഒരു മത്സരാർത്ഥിയായിട്ട് നിൽക്കുന്നത്? ആരാണ്? ആളാണോ? ഓക്കെ, അൽഫിയാണ് ഇതില് ഒരു മത്സരാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പൊ അൽഫിയോടാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷെ എന്ത് വേണം? നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. പക്ഷെ അൽഫിയാണ് ഉത്തരം പറയേണ്ടത്. റെഡി? ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ അൽഫിയ റെഡിയാണ്, ടീം അംഗങ്ങളൊക്കെ റെഡിയാണ്. ഞങ്ങൾ ഇവരോട് ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ട് ആണ്. എൻട്രി റൗണ്ടിൽ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് എൻട്രി. ഏറ്റവും കൂടുതൽ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഉറക്കം വരുന്ന വിഷയം ഏതാണ്? ഒരു വിഷയം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ നീയല്ല പറയണ്ടേ, ഇവിടെയോ ഉറക്കം വരുന്ന വിഷയമാണ് അല്ലേ? ഞാൻ ഫുൾ ടൈം ഞാൻ എണീച്ചിട്ട് വേണ്ടേ ഉറങ്ങാനല്ലേ? അല്ല, ഇംഗ്ലീഷാണ്. ചെറുതായിട്ട് മാത്സും. ശരി. അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഇങ്ങനെ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം വരുന്ന വിഷയത്തിലൊക്കെ ചിലപ്പോൾ ഉറക്കം വരും അല്ലേ? അത് സ്വാഭാവികം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെ ആകുമ്പോൾ സ്വാഭാവികമാണ്. ചോദ്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർ കണ്ടില്ലേ, ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കമ്പിയും പിടിച്ച് ഇങ്ങനെ ഉറങ്ങുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഞാൻ ഈ ഒരു 4 മൃഗങ്ങളുടെ ഒരു പേര് പറയാം. അതിൽ ഏത് മൃഗമാണ് നിന്നുകൊണ്ട് ഉറങ്ങുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഞാൻ സിമ്പിളാണ്. ഓക്കെ, കുതിരയാണോ, പൂച്ചയാണോ, നായയാണോ, പുലിയാണോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. നിന്നുകൊണ്ട് ഉറങ്ങുന്നത് ഏത് മൃഗമാണ്? ഞാൻ ഈ പറഞ്ഞതിൽ കുതിരയാണോ, പൂച്ചയാണോ, നായയാണോ, പുലിയാണോ? കുതിരയാണോ, പൂച്ചയാണോ? ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞു. ഒരു ഉത്തരേ പറയാൻ പാടുള്ളൂ. 4 ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഒരൊറ്റ ഉത്തരേ പറയാൻ പാടുള്ളൂ. ഏത് മൃഗമാണ് നിന്നുകൊണ്ട് ഉറങ്ങുന്നത്? കുതിര, പൂച്ച, നായ, പുലി? കുതിരയാണ് നിന്നുകൊണ്ട് ഇങ്ങനെ കൂർക്കം വലിക്കാറുണ്ടോ കുതിര? അത് കേട്ടിട്ടില്ല. കുതിര നിന്നുകൊണ്ട് ഉറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? പുലിയല്ല, പൂച്ചയല്ല, നായയല്ല. കിടന്നാണ് ഉറങ്ങണത്. അങ്ങനെയാണ് ഞാൻ കണ്ടത് അല്ലേ? അപ്പൊ ചിലപ്പോ കണ്ടിട്ടില്ല. അപ്പൊ വെറുതെ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തതാണ് അല്ലേ? പറഞ്ഞിരിക്കുന്നത് കുതിരയാണ് നിന്നുകൊണ്ട് ഉറങ്ങുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്നത് കുതിര എന്നാണ്. ആദ്യത്തെ ചോദ്യമാണ്, ഈസി ആയിട്ടുള്ള ചോദ്യമാണ് കുതിര എന്നുള്ളത്. റൈറ്റ് ആൻസർ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ടിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം എല്ലാവരും തൊട്ട് പിടിച്ചോ. ഓക്കെ, അപ്പോൾ ഇത് കയ്യിൽ ഭദ്രമായിട്ട് വെക്കണം. സമ്മാനമൊക്കെ അങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2ാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഓക്കെ, സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാം. ഇനി കുറച്ചും കൂടി ടഫായിട്ടായിരിക്കും. ആദ്യത്തെ റൗണ്ടിനേക്കാളും കുറച്ചും കൂടിയും ടഫായിട്ടൊരു ചോദ്യമായിരിക്കും. കുഴപ്പമൊന്നുമില്ലല്ലോ? റെഡി? സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്.
നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ഇന്നെന്താ കള്ളം പറഞ്ഞേ, ഇവിടെ ആരെങ്കിലോടും എന്തോ ഒരു ചെറിയ കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ, ടീച്ചേഴ്സിനോടോ? ഇല്ല ഇല്ല ഇന്നൊന്നും പറയാൻ സമയം കിട്ടിയിട്ടില്ല. ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഹോംവർക്ക് ഒക്കെ ചെയ്യാനൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മൾ കള്ളൊക്കെ പറയും. തലവേദന, പനി എന്നൊക്കെ പൊതുവേ ചെറുതായിട്ട് പറയില്ലേ? പറയും. എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു എന്താ പറയാ മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭയങ്കരമായി ടഫാണെന്ന് ചോദിച്ചാൽ ആണ്, എന്നാലും നമ്മൾ പൊതുവെ പത്രങ്ങളിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ കേട്ട ഒരു ചോദ്യമാണ്. ചോദ്യം കേട്ടോ. കള്ളം പറയുന്നത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. കള്ളം പറയുന്നത് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റ്. ഓക്കെ. ബയോപ്സി ആണോ, പോളിഗ്രാഫ് ടെസ്റ്റ് ആണോ, കൊളനോസ്കോപ്പി ആണോ, CT സ്കാൻ ആണോ? ഇത് സിമ്പിളായിട്ട് ചോദ്യം. അത് മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പത്രങ്ങൾ ചിലപ്പോഴൊക്കെ ഈ കൊലപാതകമൊക്കെ ചെയ്തിട്ട് ഇപ്പം അവര് സത്യം തെളിയിക്കപ്പെടാതെ വരുന്ന സമയത്ത് അവരെ ഇങ്ങനൊരു ടെസ്റ്റിന് വിധേയമാക്കും. അതായത് അവർ പോലും അറിയാതെ ഈ ഒരു ടെസ്റ്റിലൂടെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയും. ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മനസ്സിലാവുമല്ലോ. ഇത്രേ ഉള്ളൂ. കള്ളം പറയുന്നത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ബയോപ്സി ആണോ, പോളിഗ്രാഫ് ടെസ്റ്റ് ആണോ, കൊളനോസ്കോപ്പി ആണോ, CT സ്കാൻ? CT സ്കാൻ എന്നൊക്കെ പുറത്ത് എവിടെയൊക്കെ എഴുതി വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ? മെഡിക്കൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ബയോപ്സി, പോളിഗ്രാഫ് ടെസ്റ്റ്, കൊളനോസ്കോപ്പി ഏതാണ്? ആലോചിച്ച് പറഞ്ഞാൽ മതി. ആലോചിച്ചോ. കള്ളം പറയുന്നത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണ്? ബയോപ്സി ആണോ, പോളിഗ്രാഫ് ടെസ്റ്റ് ആണോ, കൊളനോസ്കോപ്പി ആണോ, CT സ്കാൻ ആണോ? ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞാൻ വീണ്ടും പറയുന്നു, ആലോചിച്ച് പറഞ്ഞാൽ മാത്രം മതി. ചോദ്യം ഇതാണ്, കള്ളം പറയുന്നത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ടെസ്റ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ബയോപ്സി ആണോ, പോളിഗ്രാഫ് ടെസ്റ്റ് ആണോ, കൊളനോസ്കോപ്പി ആണോ, CT സ്കാൻ ആണോ? പോളിഗ്രാഫ് ടെസ്റ്റ് ആണ് കള്ളം പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇപ്പൊ ഉത്തരം തെറ്റാണെങ്കിലും ഇതൊരു പുതിയ അറിവായിരിക്കില്ലേ? നാളെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ മത്സരിക്കുന്ന സമയത്ത് ചിലപ്പോൾ പെട്ടെന്ന് ഈ ഒരു ചോദ്യം വന്ന് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോളിഗ്രാഫ് ടെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കള്ളം പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. ഇതൊരു പുതിയ ഇത് കറക്കി കുത്തിയതാണ് ഇതല്ലേ? അല്ലേ? ശരി. പറഞ്ഞിരിക്കുന്ന പോളിഗ്രാഫ് ടെസ്റ്റ് എന്നുള്ളത് റൈറ്റ് ആൻസർ. അപ്പൊ ഇതാ സെക്കൻഡ് റൗണ്ട്, ഈസി റൗണ്ടിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ഈ സമ്മാനങ്ങൾ എന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് വീതിച്ചെടുത്തേക്കണം കേട്ടോ. അടിപിടിയൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ നമുക്ക് ഇനി മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. മൂന്നാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് ഓഡിയൻസ് ചോയ്സ് റൗണ്ട് ആണ്. ഓഡിയൻസ് ചോയ്സ് റൗണ്ടിൽ ഒരു ചെറിയൊരു ചോദ്യം ഞാൻ ചോദിക്കാം. മക്കൾ അതിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഒരു ബമ്പർ സമ്മാനമുണ്ട്. പറയുന്ന ഉത്തരം തെറ്റാണെങ്കിൽ ഈ സമ്മാനം, ഈസി റൗണ്ടിലെ സമ്മാനം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കും. ഇപ്പൊ പിന്മാറുകയാണെങ്കിൽ ഈ 2 സമ്മാനങ്ങൾ കൊണ്ട് പിന്മാറാം. 4 ഓപ്ഷൻ ഞാൻ തരാം. പക്ഷെ ഒരുപാട് ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല. ആലോചിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം പറയണം. ഉത്തരം പറയുകയാണെങ്കിൽ സമ്മാനം, അത് വലിയൊരു സമ്മാനമാണ്. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ ഈ സമ്മാനം, ഈസി റൗണ്ടിലെ സമ്മാനം ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കും. ഇപ്പം ക്വിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഒഴിവാകുകയാണെങ്കിൽ ഈ 2 സമ്മാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ പോവാം. എന്ത് ചെയ്യുന്നു? ഒരു ആവേശം ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പം മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു. തേർഡ് റൗണ്ട്, ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. നമ്മൾ പണ്ട് ചക്രവർത്തിമാരുടെ ഭരണത്തെക്കുറിച്ചൊക്കെ പഠിച്ചില്ലേ? രാജാക്കന്മാരുടെ ഭരണവും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓക്കെ. അപ്പം സോഷ്യലുമായി ബന്ധപ്പെട്ട് അവരുടെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയും ഒരുപാട് രാജാക്കന്മാരുടെയും തമ്പുരാന്മാരുടെ ഒക്കെ ഒരു സ്ഥലമാണ്. ചോദ്യം കേട്ടോ. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം ഏതാണ്? ഈട്ടിയാണോ, ചന്ദനമാണോ, തേക്കാണോ, പ്ലാവാണോ? സിമ്പിൾ ചോദ്യം കേട്ടോ. ഈ കാട്ടുമരങ്ങൾ ഉണ്ടാവില്ലേ, കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം ഈട്ടിയാണോ, ചന്ദനമാണോ, തേക്ക് മരമാണോ, പ്ലാവാണോ? ആലോചിച്ച് പറഞ്ഞ, ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ആലോചിച്ച് പറഞ്ഞാൽ ഉത്തരം തെറ്റാണെങ്കിൽ ഞാൻ ഈ 2ാമത്തെ റൗണ്ടിലെ സമ്മാനം ഞാൻ വാങ്ങിക്കും. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഒരു കാര്യം ചെയ്യാം. മക്കളായതുകൊണ്ട് ഞാൻ ഒരു ഉത്തരം ഞാൻ അതിൽ നിന്ന് ഒഴിവാക്കി തരാം. ചന്ദനം നമുക്ക് മാറ്റാം. ചന്ദനമല്ല. ഈട്ടിയാണോ, തേക്കാണോ, പ്ലാവാണോ? കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം ഏതാണ്? ഈട്ടിയാണോ, തേക്ക് മരമാണോ, പ്ലാവാണോ? ഈട്ടി മരമാണോ, തേക്ക് മരമാണോ, പ്ലാവാണോ? ഡിസ്കസ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. ആലോചിച്ചു. ഈട്ടിയാണോ, തേക്കാണോ, പ്ലാവാണോ? മത്സരാർത്ഥി എന്ത് പറയുന്നു? തേക്കായിരിക്കും. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്കെന്ന് പറയുന്നു. ഈട്ടി എന്ന് പറയുന്നു. തേക്ക്.
കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്കാണ് എന്നാണ് പറയുന്നത്. ഒരാൾ മാത്രമേ മാറ്റി പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും മത്സരാർത്ഥി അടക്കം പറഞ്ഞിരിക്കുന്നത് തേക്ക് മരമാണ് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നാണ് പറയുന്നത്. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി തേക്ക്. ഒന്ന് ഗസ് ചെയ്തത് മാത്രല്ലേ? ഗസ് ചെയ്തതാണ്, അറിയത്തില്ല കേട്ടോ, പക്ഷെ അവര് ജസ്റ്റ് ഗസ് ചെയ്തതാണ്. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്ക് എന്നുള്ളത് റൈറ്റ് ആൻസർ. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്ക് മരത്തെയാണ് കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത്. മൂന്നാമത്തെ റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. എല്ലാം ടച്ച് ചെയ്ത് പിടിച്ചോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇതൊക്കെ പുതിയ അറിവാണല്ലോ. നാളെ എന്തെങ്കിലും പരീക്ഷ ഒക്കെ കഴിയുന്ന സമയത്ത് ഞങ്ങൾ ഓർക്കുവോ? അടിപൊളിയാണോ? ഓക്കെ. അപ്പോൾ 3 ചോദ്യങ്ങള് 3 സമ്മാനങ്ങൾ. അപ്പൊ ഇതിന് അടിപിടിയൊന്നും കൂടാൻ പാടില്ല. സമ്മാനമൊക്കെ അവിടെ റെഡിയാണ്. ഹാപ്പി ആയിട്ട് വാങ്ങിച്ചു കേട്ടോ. അപ്പൊ ഇനി ഡാൻസ് ഒക്കെ കളിക്കിട്ട് പോയിട്ട് അടിച്ചുപൊളിയാക്കാം. ഓക്കെ, താങ്ക് യു, ബൈ. ശരി. സുഖാണോ? ഓക്കെ. ഡാൻസിനുണ്ടോ പാട്ടിനാണോ എന്താണ് പരിപാടി? ഡാൻസ്. മിക്സഡ് സോങ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ടാണോ? ഒറ്റ പാട്ട്. ഏത് പാട്ടാണത്? ഡോൺ സിനിമയിലെ കഴിഞ്ഞു. പഠിച്ചു കഴിഞ്ഞോ? ഡാൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞോ? ആരാ പഠിപ്പിച്ചെന്ന്? ഒറ്റക്ക് പഠിച്ചാണോ? നമ്മളെല്ലാരും കൂടെ ഓരോ സ്റ്റെപ്സ് ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പഠിപ്പിച്ചാണ് അല്ലേ? എത്ര ദിവസം വേണ്ടി വന്നു ഇപ്പൊ ഡാൻസ് പഠിക്കാൻ? ഒരു 1.5 ആഴ്ച. അപ്പൊ ക്ലാസ്സിനൊന്നും ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല? ഇല്ല. വൈകുന്നേരമായിരുന്നോ ഡാൻസ് ഒക്കെ പഠിച്ചത്? അല്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യും അല്ലേ? പേരെന്താണ് മോന്റെ? മുഹമ്മദ് ഫയാസ്. എവിടെയാണ് സ്ഥലം? ഓൾഡ് കാരക്കാണ്. ശരി. സുഖായിരിക്കുന്നോ? വീട്ടിലാരൊക്കെ ഉണ്ട് ഫയാസിന്റെ? ഉമ്മ, ബാപ്പ, അനിയൻ, പിന്നെ അനിയൻ എവിടെയാ പഠിക്കുന്നത്? ഐഡിയൽ പബ്ലിക് സ്കൂൾ. അവിടെ പഠിക്കുന്നത്. ശരി. പേരെന്താണ്? ഋഷിക. പാട്ട് പാടുമല്ലോ അല്ലേ? ഇപ്പൊ ഞാൻ പാട്ട് പാടിപ്പിക്കുന്നുണ്ടാണോ? അല്ലല്ല. ശരി. എല്ലാം ഒരു ടീം, എല്ലാവരും ഒരേ ക്ലാസ് തന്നെയാണോ പഠിക്കുന്നത്? അല്ല, വേറെ ഡിവിഷൻ വേറെ ആണല്ലേ? മോള് 6ൽ ഏതാ ഡിവിഷൻ? സിയിലാണ്. എത്ര ഡിവിഷൻ ഉണ്ട് ഇവിടെ? 6th. അതല്ലേ, 6 ഡിവിഷൻ ഉണ്ട്. ശരി. ഓക്കെ. ക്ലാസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? അടിപൊളിയാണോ? ഈ സ്കൂളിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. വളരെ നല്ല സ്കൂളാണ്. പഠിത്തത്തിനൊക്കെ നല്ല ഇതാണോ? ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് പോകുന്നത്. നന്നായിട്ട് പഠിപ്പിക്കുന്നത്. ഹാപ്പിയാണ്? അടിപൊളിയാണ്. ഇവിടെ എത്രാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു നിങ്ങള്? ഇവിടെ ഞാൻ 3ാം ക്ലാസ് മുതൽ. ശരി. പേര് പറ. അപർണ. സുഖായിരിക്കുന്നു അപർണ? എത്രയായി ക്ലാസ് ഒക്കെ വെക്കാൻ തുടങ്ങിയിട്ട് അപർണ? കന്നഡ വെക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? 2 വർഷം. എന്ത് പറ്റി? ലോങ് സൈറ്റ്, ദൂരക്കാഴ്ച പ്രശ്നമുണ്ടോ? ഓക്കെ. മൊബൈലിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം ഉണ്ടോ അപർണ? അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കുന്നത്? മുന്നോട്ട് വാ. ഇപ്പൊ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ? ചെറുതായിട്ടൊക്കെ. വൈകുന്നേരം വീട്ടിൽ പോയതിനു ശേഷം അല്ലേ? ശരി. അപ്പൊ വീട്ടിൽ നിന്ന് പറയും മൊബൈൽ ഉപയോഗിക്കുമ്പോൾ? വീട്ടുകാര് നന്നായിട്ട് വഴക്ക് പറയും. നമ്മൾ അത് മൈൻഡ് ചെയ്യാറില്ല. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. വീട്ടിൽ നിന്ന് വഴക്കൊക്കെ പറയട്ടെ അല്ലേ? ശരി. പേരെന്താണ് മോളുടെ? നീതു. എന്തൊക്കെയാണ് വിശേഷം നീതു? എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ് നീതുവിന്റെ? ഡാൻസിങ് ആണ്. ഡ്രോയിങ്ങിന് മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഇവിടെ സ്കൂൾ മത്സരത്തിനാണോ പങ്കെടുക്കുന്നത്? സ്കൂൾ വിട്ടിട്ട് നാട്ടിലെ പരിപാടിക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഡ്രോയിങ് മത്സരത്തിനൊക്കെ പങ്കെടുക്കാറുണ്ട്. ഓക്കെ. എന്റെ ദൂരത്തൊക്കെ പോയിട്ടുണ്ടോ മത്സരത്തിന്? ഇല്ല, ജസ്റ്റ് നാട്ടിൽ നിന്നൊക്കെ. അങ്ങനെ എങ്ങനെയുള്ള ചിത്രങ്ങളാണ് വരക്കാറ് കൂടുതലായിട്ട് നീതു കുട്ടി? യൂട്യൂബ് നോക്കി. അങ്ങനെയുള്ള. ഓക്കെ. അപ്പം യൂട്യൂബിനെ കൊണ്ട് നല്ല ഗുണങ്ങളുണ്ട് അല്ലേ? അല്ലേ? ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട് നീതുവിന്റെ? അമ്മ, അച്ഛൻ, ഞാൻ, ചേച്ചി. ഓക്കെ. ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നീതുവിനെ വീട്ടിൽ നിന്ന്? അപ്പൊ തീരെ പഠിക്കുന്നില്ലേ നീതു? പഠിക്കും. എന്നാലും പഠിക്കൂ പറഞ്ഞോണ്ടിരിക്കും അല്ലേ? ശരി. പേരെന്താണ് മോന്റെ? ബദ്രീനാഥ്. സുഖായിരിക്കും. നല്ല പേരാണല്ലോ ബദ്രീനാഥേ. പോയിട്ടുണ്ടോ? ബദ്രീനാഥിൽ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. പോണ്ടേ? കാണണ്ടേ സ്ഥലം? ഓക്കെ. ശരി. പേര് ബദ്രീനാഥ് അല്ലേ? അപ്പൊ കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? ബദ്രി തന്നെയാണോ വിളിക്കുക? വേറെ പെറ്റ് നെയിം വേറെങ്ങളൊന്നും ഇല്ല? അപ്പു അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് ബദ്രീനാഥിന്റെ? അച്ഛൻ, അമ്മ, അനിയത്തി, അപ്പൂപ്പൻ, അച്ഛൻ. അനിയത്തി കുട്ടിയുടെ പേരെന്താ? അനാമിക ബദ്രീനാഥ് അല്ലേ? ഓക്കെ. ശരി. ഇതിൽ പാട്ട് പാടുന്ന ആരുമില്ലേ? മുന്നോട്ട് മക്കളെ, മുന്നോട്ട് പോ. പാട്ട് പാടുന്ന ആരുമില്ലേ ഇതില്? എല്ലാവരും ഡാൻസും പഠനവും ചിത്രരചനയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളോ? ശരി. ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? യാത്ര പോയോ ഇവിടുന്ന് സ്കൂളിൽ നിന്ന്? എവിടെയൊക്കെ പോയി? ഹാപ്പി ലാൻഡ് പോയി. ഓക്കെ. അടിപൊളിയായിരുന്നോ? ബസ്സിനൊക്കെ പാട്ടൊക്കെ പാടിയില്ലേ? തിമിർത്തു, അടിച്ചു പൊളിച്ചു അല്ലേ? ശരി. ഇനിയിപ്പോ പരീക്ഷയൊക്കെ തുടങ്ങാൻ പോവല്ലേ? ഓക്കെ. അതിന്റെ ഇതൊക്കെ തുടങ്ങിയോ? എക്സാമും കാര്യങ്ങളും, മോഡൽ എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയോ? തുടങ്ങും. ശരി.
അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ടേക്ക് ഇറ്റ് ഈസി എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഇതിൽ ചോദിക്കുന്നത് GK ആണ്. 3 റൗണ്ട് ചോദ്യമുണ്ട്. 3 റൗണ്ടിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. ഉത്തരം പറയുന്നതനുസരിച്ച് ഞാൻ സമ്മാനം തരും. സാധാരണ മത്സരം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓരോരാളിങ്ങനെ ഇരുന്നിട്ടൊക്കെ അങ്ങനെയൊക്കെയല്ലേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ടീമായിട്ട് മത്സരിക്കാം. ഓക്കെ, ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉത്തരം പറയാം. 4 ഓപ്ഷൻ വീതം ഞാൻ തരും. പിന്നെ ഇനി എന്ത് വേണം? ഇതൊക്കെ പോരെ? ഇതൊക്കെ മതി. ഇത് തൽക്കാലത്തേക്ക് അതൊക്കെ മതി അല്ലേ. പിന്നെ ഒരു മത്സരമാകുമ്പോൾ നമുക്ക് അതിലൊരു മത്സരാർത്ഥി വേണ്ടേ? ആ ടീമിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് ലീഡർ ഉണ്ടോ? അല്ലെ സ്കൂൾ ലീഡറൊക്കെ ഇതിലുണ്ടോ? ഇല്ല. ക്ലാസ് ലീഡർ ഉണ്ടോ? ക്ലാസ് ലീഡറാണ്. ശരി. അപ്പോൾ നമുക്ക് ക്ലാസ്സിനെ നിയന്ത്രിക്കുന്നത് പോലെ നിങ്ങളുടെ ഈ ടീമിനെ നിയന്ത്രിക്കാൻ വേണ്ടി ഒരാൾ വേണം. ആളോടാണ് ഞാൻ ചോദ്യം ചോദിക്കുക. പക്ഷേ ഡിസ്കസ് ചെയ്തിട്ട് പുള്ളിക്കാരിയാണ്, ആ ലീഡർ ആരാണോ അവരാണ് ഉത്തരം പറയേണ്ടത്. ശരി, ആരോടാണ് ഞാൻ ചോദിച്ചത്? ആരാ മത്സരാർത്ഥിയായിട്ട് നിൽക്കുന്നത്? അല്ല, ടീം ലീഡറായിട്ട് ആരാ നിൽക്കുന്നത്? ഓക്കെ, പേരൊന്നും കൂടി പറഞ്ഞോളെ. അപർണ. അപ്പോൾ അപർണയാണ് ഇതിൽ ടീം ലീഡർ എന്ന് പറയുന്നത്. അപർണ ടീമിനെ നിയന്ത്രിക്കുക, ആലോചിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉത്തരം പറയണം. 1-2 ഉത്തരങ്ങളൊന്നും പറയാൻ ഒറ്റ ഉത്തരം മാത്രം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിലെ നിങ്ങളുടെ ടീമിനോടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം. ഓക്കെ, ഫസ്റ്റ് റൗണ്ട് എൻട്രി റൗണ്ട്. നമ്മുടെ തിരുവനന്തപുരം സൂവിൽ പോയിട്ടുണ്ടോ എല്ലാവരും? പോയിട്ടില്ലേ? കണ്ടിട്ടില്ലേ സൂ? ഓക്കെ, എവിടെയെങ്കിലും പഠിച്ചിട്ട് ഒരു നല്ല ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? നമ്മൾ പഠിച്ച സ്കൂൾ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് വീണ്ടും വരാനും സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം പഠിച്ചിട്ട് അമ്മയോടോ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് പഠിച്ചിട്ട് അമ്മ എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല. കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളൊന്നുമില്ല. എല്ലാ സ്ഥലങ്ങളും കാണാനുള്ളതാണ് അല്ലേ? ശരി, ഓക്കെ. നമ്മളെ തിരുവനന്തപുരം സൂ എന്ന് പറയുന്നത് സുന്ദരമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്നത് മുതലകളാണ് അല്ലേ? ഒരുപാട് മുതലകളുണ്ട്. അപ്പോൾ ഒരു മുതലയെ ബേസ് ചെയ്തിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാവേ. ചോദ്യം ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ, ഓപ്ഷൻസും ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യം. ഏത് പക്ഷിയാണ് മുതലയുടെ പല്ലുകൾ വൃത്തിയാക്കി കൊടുക്കുന്നത്? കാട്ടുകോഴിയാണോ, നീർപക്ഷിയാണോ, പാടപ്രാവാണോ, കാക്കയാണോ? അതായത് മുതലയുടെ പല്ല് വൃത്തിയാക്കി, ചിലപ്പോൾ നമ്മൾ ഈ സൂലൊക്കെ പോകുന്ന സമയത്ത് ഈ മുതലയുടെ മുകളിൽ ചിലപ്പോൾ ഈ പക്ഷി അങ്ങനെ ഇരിക്കുന്നതായിട്ടൊക്കെ കാണാം. ഈ പക്ഷിയാണ് മുതലയുടെ പല്ല് വൃത്തിയാക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ അങ്ങനെ ഉള്ളിലുള്ള പല്ലൊന്നും അല്ല കേട്ടോ. ഒരു സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഏത് പക്ഷിയാണ് മുതലയുടെ പല്ല് വൃത്തിയാക്കി കൊടുക്കുന്നത്? കാട്ടുകോഴിയാണോ, നീർപക്ഷിയാണോ, മാടപ്രാവാണോ, കാക്കയാണോ? കാട്ടുകോഴിയാണോ, നീർപക്ഷിയാണോ, മാടപ്രാവാണോ, കാക്കയാണോ? നീർപക്ഷിയാണ് മുതലയുടെ പല്ല് വൃത്തിയാക്കി കൊടുക്കുന്നത് അല്ലേ? നല്ലൊരു ചോദ്യമല്ലേ അല്ലേ? രസമുള്ള ചോദ്യമല്ലേ? ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. പക്ഷെ എന്നാലും ഗസ് ചെയ്തിട്ട് ഇങ്ങനെ ഓപ്ഷൻസ് ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ പറഞ്ഞാണ് നീർപക്ഷി എന്നുള്ളത്. ഇതുവരെ കണ്ടിട്ടുണ്ടോ? മുതലയുടെ മുകളിൽ ഇങ്ങനെ ഒരു പക്ഷി ഇരിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ചെറിയ പക്ഷികളൊക്കെ പല്ല് വൃത്തിയാക്കി കൊടുക്കുന്നത് കണ്ടിട്ടേ ഇല്ല. കോൾഗേറ്റോ ക്ലോസപ്പോ വെച്ചിട്ടല്ല കേട്ടോ. അതിന്റെ കൊക്കുകൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കും. പറഞ്ഞിരിക്കുന്നത് നീർപക്ഷിയാണ് മുതലയുടെ പല്ലുകൾ വൃത്തിയാക്കി കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. നീർപക്ഷി ആണ് കേട്ടോ. റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ടിലെ സമ്മാനം ഞാൻ തരട്ടെ. നീർപക്ഷിയാണ് മുതലയുടെ പല്ലുകൾ വൃത്തിയാക്കി കൊടുക്കും. ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് എൻട്രി റൗണ്ടാണ്. എൻട്രി റൗണ്ടിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം അവിടെ ഭദ്രമായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാം. സെക്കൻഡ് റൗണ്ട് എന്ന് പറയുന്നത് ഈസി റൗണ്ടാണ്. ഈസി റൗണ്ടിൽ ഇതുപോലെ മറ്റൊരു ചോദ്യം ചോദിക്കാം. പക്ഷെ ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ, പെട്ടെന്ന് ഉത്തരം പറയണം. 6ാം ക്ലാസ്സിലെത്തി സിമ്പിളായിട്ടുള്ള ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ട്. ചരിത്ര സ്മാരകങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചോദ്യം കേട്ടോ. റൊമാൻസ് ഇൻ സ്റ്റോൺ എന്നറിയപ്പെടുന്നത് ഞാൻ ഈ താഴെ പറയുന്നവയിൽ എന്തിനെയാണ്? ഇന്ത്യ ഗേറ്റിനെയാണോ, ചെങ്കോട്ടയാണോ, താജ്മഹലാണോ, കുത്തബ് മിനാറാണോ? റൊമാൻസ് ഇൻ സ്റ്റോൺ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ്? ഇന്ത്യ ഗേറ്റിനെയാണോ, ചെങ്കോട്ടയാണോ, താജ്മഹലാണോ, കുത്തബ് മിനാറാണോ? താജ്മഹൽ. റൊമാൻസ് ഇൻ സ്റ്റോൺ എന്ന് പറയുന്നത് താജ്മഹലിനെയാണോ അറിയപ്പെടുന്നത്? റൊമാൻസ് ഇൻ സ്റ്റോൺ താജ്മഹലാണ്. ഇന്ത്യ ഗേറ്റ് അല്ല, ചെങ്കോട്ടയല്ല, കുത്തബ് മിനാർ അല്ല, താജ്മഹലാണ്. റൊമാൻസ് ഇൻ സ്റ്റോൺ. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? മുന്നോട്ട് പോ മക്കളെ. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്താ? റൊമാൻസ് ഇൻ സ്റ്റോൺ താജ്മഹലാണെന്ന് പറയാൻ കാരണം എന്താ?
ഷാജഹാൻ ആ. ഭാര്യ മരിച്ചതുകൊണ്ട് ആ. ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത്. ഷാജഹാന്റെ ഭാര്യയുടെ പേരെന്താ? മുംതാസ് മഹൽ. മുംതാസിന് വേണ്ടിയിട്ട് ആ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്തതാണ് താജ്മഹൽ. റൊമാൻസ്, പ്രണയം, സൗഹൃദം എല്ലാം വരാം അല്ലേ. റൊമാൻസ് ഇൻ സ്റ്റോൺ എന്നറിയപ്പെടുന്ന എന്തിനാണെന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്നത് താജ്മഹൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താജ്മഹൽ റൈറ്റ് ആൻസർ. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഈസി റൗണ്ടിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം റൊമാൻസ് ഇൻ സ്റ്റോൺ എന്ന് പറയുന്നത് താജ്മഹലിനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ റൗണ്ട്, ലാസ്റ്റ് റൗണ്ടാണ്. മൂന്നാമത്തെ റൗണ്ടിലെ ചോദ്യം ഞാൻ ചോദിക്കാം. ഉത്തരം പറയുകയാണെങ്കിൽ ഒരു ബമ്പർ സമ്മാനം തരാം. കുറച്ചും കൂടി ടഫായിട്ടുള്ളൊരു ചോദ്യമായിരിക്കും. ഉത്തരം പറയുന്നത് തെറ്റാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ടിൽ തന്ന ഈ സമ്മാനം ഞാൻ തിരിച്ചു വാങ്ങിക്കും. ഇപ്പോൾ കിറ്റുകയാണെങ്കിൽ, ഇപ്പോൾ പിന്മാറുകയാണെങ്കിൽ ഈ 2 സമ്മാനങ്ങൾ കൊണ്ട് പിന്മാറാം. നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പിന്മാറാം. ഇല്ല എങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. പിന്നെ ഞാൻ സമ്മാനം തരുന്നത് അടിപിടി കൂടാനല്ല, വീതം വെച്ചെടുക്കാനുള്ളതാണ്. എന്ത് ചെയ്യുന്നു? മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തുന്നോ? ഉത്തരം തെറ്റിയാൽ ഞാൻ സമ്മാനം തിരിച്ചു വാങ്ങിക്കും. ഉത്തരം ശരിയാണെങ്കിൽ ഞാൻ ബമ്പർ സമ്മാനം ഞാൻ തരും. ഇപ്പൊ പിന്മാറുകയാണെങ്കിൽ ഈ 2 സമ്മാനം. ചോദ്യം കേട്ടിട്ട് പിന്നെ പിന്മാറാൻ പാടില്ല. എന്ത് ചെയ്യുന്നു? പറ്റുമെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ റൗണ്ടിലേക്ക് പോവാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. പോവാം. ഓക്കെ, തേർഡ് റൗണ്ട് ഓഡിയൻസ് ചോയ്സ് റൗണ്ട്. ഇപ്പം ഈ അടുത്ത് ജലദോഷമോ പനിയോ ആർക്കെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ക്ലാസ്സിൽ ഇമ്പോസിഷനിലൊക്കെ ദിവസമൊക്കെ ചിലപ്പോൾ ഒരു തുമ്മലും പനിയൊക്കെ അത്യാവശ്യം വരും അല്ലേ ചില ആൾക്ക്? ഇമ്പോസിഷൻ അങ്ങനെ ശരി, അതൊക്കെ നമ്മൾ കള്ളം പറയുന്നത് അല്ലേ. ചിലപ്പോൾ നമുക്ക് ഈ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഒരാൾക്ക് ഓരോ അസുഖങ്ങളൊക്കെ വരും. ചോദ്യം, ഞാൻ താഴെ പറയുന്നതിൽ ഏത് ജീവിക്കാണ് ഒരിക്കലും രോഗം വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. ഒരു 4 ജീവികളുടെ ഞാൻ പേര് പറയാം. ഏത് ജീവിക്കാണ് രോഗം വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. മയിൽ, സീബ്ര, ആന, സ്രാവ്. ഏത് ജീവിക്കാണ് രോഗം? ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കണേ. ആലോചിച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് ഉത്തരം പറയാൻ പറ്റും. ഏത് ജീവിക്കാണ്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4-ൽ ഏത് ജീവിക്കാണ് രോഗം വരാത്തത്? മയിലിനാണോ, സീബ്രയ്ക്കാണോ, ആനയ്ക്കാണോ, സ്രാവിനാണോ? സ്രാവിനാണ് ഒരിക്കലും രോഗം വരാത്തത്. അതെന്തുകൊണ്ടായിരിക്കും? കടൽ നിറയെ ഹോസ്പിറ്റലുണ്ടോ? ഉപ്പ് വെള്ളത്തിൽ കിടക്കണം. ഉപ്പ് വെള്ളത്തിലുള്ളത് കൊണ്ട് സ്രാവിന് അസുഖം വരില്ല. മയിൽ, സീബ്ര, ആനക്ക് അസുഖം വരും, വന്നിട്ടുണ്ട്. മയിലിനെ, സീബ്ര കണ്ടിട്ടുണ്ടോ? സീബ്രക്ക് അസുഖം വന്നിട്ടുണ്ടോ? അറിയില്ല. സ്രാവിന് ഗസ് ചെയ്തതാണല്ലേ. കടലിലായതുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കാം എന്ന്. ഓക്കെ, അതായത് ഏത് ജീവിക്കാണ്, ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4 ജീവികൾ ഏത് ജീവിക്കാണ് അസുഖം വരാത്തത് എന്നുള്ളതാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്നത് സ്രാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്രാവ് എന്നുള്ളത് റൈറ്റ് ആൻസർ. റൈറ്റ് ആൻസർ. മൂന്നാമത്തെ റൗണ്ടിലെ സമ്മാനമാണ് ഓഡിയൻസ് ചോയ്സ് റൗണ്ടിലെ സ്നേഹം നിറഞ്ഞ സമ്മാനം. സ്രാവി പറഞ്ഞതുപോലെ തന്നെ കടലിലായതുകൊണ്ട് അതിന് അസുഖം വരാറില്ല, വന്നിട്ടില്ല. ഇനി വരുമെന്ന് പറയാനും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഈ ചോദ്യം ചോദിച്ചില്ല, ഇനി ചിലപ്പോൾ സ്രാവിന് അസുഖം വന്നേക്കാം അല്ലേ. ശരി, അപ്പം നന്നായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും കേട്ടോ. താങ്ക് യു. ബൈ. ശരി.